ഒരുപക്ഷെങ്കിൽ ഒളിമ്പിക്സ് റിങ്ങുകൾ കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ചിഹ്നമായിരിക്കാം ഈ 4 വളയങ്ങൾ. ജർമ്മൻ ബിഗ് 3, അതായത് BMW, മെഴ്സിഡീസ്, ഔഡി, ഈ 3 കാറുകളും എടുത്താൽ നമുക്കറിയാം ഒത്തിരി ജർമ്മൻ പാരമ്പര്യം ഉറങ്ങിക്കിടക്കുന്നതാണ് ഇവരുടെ ലോഗോകളിലും ഇവരുടെ പ്ലാന്റുകളിലും ഇവരുടെ എംപ്ലോയീസിലും എല്ലാം. എങ്കിൽ നമുക്ക് ഇന്ന് എങ്ങനെയാണ് ഔഡിയുടെ ആ 4 വളയങ്ങൾ വന്ന കാര്യം നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ഈ 4 വളയങ്ങൾ അറിയപ്പെടുന്നത് ദി ഓട്ടോ യൂണിയൻ എന്നാണ്. ഇത് രൂപകൽപ്പന ചെയ്യപ്പെടുകയും പ്രാബല്യത്തിൽ വരികയും ചെയ്തത് 1932 അങ്ങ് സാക്സോണിയിൽ. നമുക്കറിയാം സാക്സോണി, ബവേരിയ, സ്റ്റുഗാർട്ട്, ഇവിടൊക്കെ ഒത്തിരി ജർമ്മൻ കാറുകളുടെ പാരമ്പര്യം ഉറങ്ങിക്കിടക്കുന്ന നാടാണ്. നമുക്ക് കേൾക്കാം എന്തൊക്കെ ഹിസ്റ്ററിയും പാരമ്പര്യവും പ്രൗഢിയുമാണ് ആ 4 വളയങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. ഈ 4 വളയങ്ങൾ കാറ് 1932 മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പേര് ദി ഓട്ടോ യൂണിയൻ എന്നായിരുന്നു. 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞു. നമ്മുടെ സോവിയറ്റ് സേന ആ ഫാക്ടറി പിടിച്ചെടുക്കുകയും പൊളിച്ചു നീക്കുകയും ചെയ്തു. വീണ്ടും അവരുടെ എംപ്ലോയീസും അവരുടെ കുറച്ച് മാനേജേഴ്സും എല്ലാവരുടെ ബവേരിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് മാറുകയും കമ്പനി 1950 വീണ്ടും പൊക്കിയെടുക്കുകയും ചെയ്തു. അങ്ങനെ ലേബറിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡേംലർ, അതായത് മെഴ്സിഡീസ് ബെൻസിന്റെ ടീം വന്ന് ഔഡി അങ്ങ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഔഡി തുടങ്ങിയതും മെഴ്സിഡീസ് ബെൻസിൽ നിന്നാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാതെ അപ്പോഴാണ് നമ്മളുടെ ഫോക്സ് വാഗൻ ഇങ്ങോട്ട് വരികയും ഫോക്സ് വാഗൻ അവരുടെ ഔഡിയുടെ ഷെയറുകൾ മേടിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ 1958 കാലങ്ങളിലൊക്കെ ഫോക്സ് വാഗൻ ഔഡി അങ്ങ് മേടിച്ചു. മുന്നോട്ട് പോകുന്ന സമയത്ത് 1964 നമ്മുടെ ഓട്ടോ യൂണിയൻ നേരെ പോയി മേടിച്ച വാഹനമാണ് NSU ഗ്രൂപ്പ്. അപ്പോൾ അവർ അറിയപ്പെടുന്നത് ഔഡി NSU ഓട്ടോ യൂണിയൻ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ചുകൂടെയൊക്കെ രൂപകൽപ്പന ചെയ്ത് 1985 ഔഡി എന്ന ബ്രാൻഡിന് ഔഡി കാറുകൾ വിൽക്കാൻ തുടങ്ങി. ഇതാണ് ഒരു ജനറൽ സ്ട്രക്ചർ. പക്ഷെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഈ 4 വാഹന കമ്പനി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 4 വാഹന കമ്പനികൾ ലയിച്ചാണ് ഈ 4 വലയങ്ങൾ രൂപകൽപ്പന ചെയ്യപ്പെട്ടിരുന്നത്. 1 ഔഡി, 2 ഹോഷ്, 3 DKW, 4 വാണ്ടറർ. കേൾക്കാം ഇവയുടെ ചരിത്രത്തെ കുറിച്ച്. ഔഡിയുടെ തുടക്കം അറിയണമെങ്കിൽ നമ്മളൊരു 100-120 വർഷം പുറകോട്ട് പോകേണ്ടിയിരിക്കുന്നു. അവിടെ പോയിട്ട് നമുക്ക് ഓഗസ്റ്റ് ഹോർസ് എന്നൊരാളെ പരിചയപ്പെടാം. ഓഗസ്റ്റ് ഹോർസ് ജർമ്മൻ വാഹന വ്യവസായത്തിന് ഒത്തിരി നൂതന സംഭാവനകൾ നൽകിയ അദ്ദേഹമാണ് ഔഡിയുടെ പിതാവ് എന്ന് അറിയപ്പെടേണ്ടിയിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് പിതാവ്. വാഹന വ്യവസായം ചരിത്രവും അറിയാവുന്നവർക്ക് ശരിക്കും അറിയാം. അദ്ദേഹം ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം എഞ്ചിനീയറിംഗിൽ ഒരു ഡിഗ്രി ഒക്കെ എടുത്ത് അദ്ദേഹം ഷിപ്പ് ബിൽഡിംഗിലോട്ട് തിരിയുകയാണ്. അവിടുന്ന് അദ്ദേഹം നമ്മുടെ കാർ ബെൻസ് ഡെയിംലർ ഗ്രൂപ്പിലെ ഒരു എഞ്ചിൻ അസംബ്ലി യൂണിറ്റിൽ ജോലിക്ക് കയറുകയും തന്റെ കഴിവുകൾ കൊണ്ട് അദ്ദേഹം ഒത്തിരി ഉയർന്ന സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് മെഴ്സിഡീസ് ബെൻസിൽ നിന്നാണ് ഔഡി പിറക്കുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ അദ്ദേഹം നല്ല പണിയൊക്കെ ചെയ്തിരിക്കുമ്പോൾ അദ്ദേഹത്തിനും ഒരു ആഗ്രഹം തോന്നി, നമ്മുടെ ഹെൻറി ഫോർഡിനെ പോലെ എനിക്കും സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങണമെന്ന് വെച്ചു. അങ്ങനെ 1899 അദ്ദേഹം ഒരു കമ്പനി ആരംഭിക്കാൻ തുടങ്ങുകയാണ്, ഓഗസ്റ്റ് ഹോർസ് ആൻഡ് സി. ഇവരും കാർ മാനുഫാക്ചർ ചെയ്യുമായിരുന്നു. എന്തായിരുന്നു ഈ കാർ മാനുഫാക്ചർ കമ്പനിയുടെ ഗുണം? ആദ്യമായിട്ട് അലുമിനിയം കാസ്റ്റില് ഗിയർ ബോക്സും കുറച്ച് ഭാഗങ്ങളും കാറിനെ നിർമ്മിച്ചത് ഹോർസ് എന്ന കമ്പനിയായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ വീണ്ടും പറയുന്നത് പോലെ തന്നെ അവരും കാർ റേസിംഗിലോട്ട് പോവുകയാണ്. എന്തിനാണ്? തന്റെ ഡെവലപ്പ് ചെയ്ത കാറുകളുടെ പവറും പ്രൗഢിയും ജനങ്ങളിലോട്ട് എത്തിക്കുവാൻ വേണ്ടി. അങ്ങനെ അവരും കാർ റേസ് ചെയ്യുന്നു. ടഫസ്റ്റ് റാലികളും റേസുകളും എല്ലാം ജയിക്കുന്നു. ആൾക്കാരിലോട്ട് ഹോർസ് എന്ന ബ്രാൻഡ് ചെവിക്കൊള്ളുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. ഡയറക്ടർ ബോർഡുകളും സൂപ്പർവൈസറി ബോർഡുകളും എല്ലാം ഹോർഷുമായിട്ട് അടിയുണ്ടാകുന്നു. അങ്ങനെ സ്വന്തം കമ്പനിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഹോർഷിനും വിധിക്കപ്പെടുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, നീ ഇറങ്ങിപ്പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെങ്കിൽ ഒരിക്കലും നിന്റെ പേര് നീ തുടങ്ങാൻ പോകുന്ന കമ്പനിക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. എന്ത് ചെയ്യുമല്ലേ? അപ്പം ഈ ഹോർഷ് അവിടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കട്ടെ. അപ്പൊ ഞാൻ പറയാം എങ്ങനെയാണ് ഈ പേര് അദ്ദേഹം റീനെയിം ചെയ്യുന്നുള്ള കാര്യം. അതൊരു ഭയങ്കര ട്വിസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഹോർഷ് ഇങ്ങനെ അടിപൊളി കാറുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കുതിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 1ാം ലോകമഹായുദ്ധം വന്നു, ബോംബിട്ടു, തകർന്നു ഒക്കെ പോയി. എങ്കിലും ചെറിയ കാറുകളൊക്കെ വിറ്റ് അവരെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരു വിമാന കമ്പനി അവരെ അങ്ങ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവര് അൾട്രാ ലക്ഷറി മാർക്കറ്റിലോട്ട് കുതിക്കുകയാണ്. അപ്പോൾ അവർ വിചാരിച്ച ഒരു പക്ഷേ ജനങ്ങൾക്ക് അത്രയും നല്ല കാറുകൾ വേണം എന്നുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കാർ ഡിസൈൻ ചെയ്താൽ അത് ഒരു വർഷത്തിനകം ഇറക്കില്ലെങ്കിൽ ആ മോഡൽ ഔട്ടാകും. കാരണം നമ്മുടെ അമേരിക്കയിൽ നിന്നും കട്ട കോമ്പറ്റീഷനാണ് ജർമ്മൻ മാർക്കറ്റിലോട്ട് അന്ന കാലത്ത് വന്നുകൊണ്ടിരുന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. വർഷങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഹോർഷ് എന്ന കാറിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുകയും അവർ പതുക്കെ മുങ്ങിത്തുടങ്ങുകയും ചെയ്തു. അപ്പൊ ഈ മുങ്ങിത്തുടങ്ങുന്ന കമ്പനികളെ കരയേറ്റുന്നത് ആരാ? ഗവൺമെന്റ് അല്ലേ?
അവിടെ നിൽക്കട്ടെ ആ കാര്യം. ഇപ്പം ഗവൺമെന്റിന്റെ കയ്യിലാണ് ഇപ്പൊ ഏകദേശം പോർഷ് എന്ന ഒരു കമ്പനി. അവരെങ്ങനെയെങ്കിലും പോർഷിനെ സഹായിക്കാൻ നോക്കും. ഇനി നമുക്ക് കേൾക്കാം ഔഡിയുടെ കഥ. അപ്പം പോർഷ് എന്ന ബ്രാൻഡ് ഇവിടെ നിൽക്കട്ടെ. അപ്പൊ 4 വളയങ്ങളിൽ പോർഷിനെ കുറിച്ച് നമ്മൾ കേട്ടു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നതാണ് ഔഡിയെ കുറിച്ച്. 1909 തന്റെ സ്വന്തം കമ്പനിയായ ഓഗസ്റ്റ് ഹോർച്ച് ആൻഡ് സീയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഓഗസ്റ്റ് ഹോർച്ച് 1910 ഒരു പുതിയ കമ്പനി തുടങ്ങി. ആ കമ്പനിയുടെ പേരാണ് ഔഡി. പഴയ കമ്പനിയിൽ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, നീ നിന്റെ ഹോർഷ് എന്ന ബ്രാൻഡ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഹോർഷ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജിൽ ലിസം എന്നാണ് അർത്ഥം ഉദ്ദേശിക്കുന്നത്, ലിസം. ഓക്കെ, അപ്പം നമ്മുടെ ഹോർഷിന്റെ കൂട്ടുകാരന്റെ പുത്രൻ അദ്ദേഹത്തോട് പറയുകയാണ്, ഓഗസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഇതിനെ ലാറ്റിൻ വേർഡായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അവർ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിസന്റെ ലാറ്റിൻ നെയിമാണ് ഔഡി എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന 4 വളയങ്ങളെ ഔഡി ഔഡി എന്നറിയപ്പെടുന്നത്. അതായത് ലിസണിൽ നിന്നും ഉൾക്കൊണ്ട ലാറ്റിൻ നെയിമാണ് ഔഡി എന്നുള്ള കാര്യം. 1910 അവരുടെ ആദ്യത്തെ കാറുകൾ മാർക്കറ്റിൽ ഇറങ്ങുകയാണ്. നല്ല വിജയം തന്നെ വരുന്നു. കാരണം ഹോർഷ് ആയിരുന്നു എഞ്ചിനീയറിംഗിന്റെ മികവിൽ. ആദ്യം ലോകമഹായുദ്ധത്തിന് ശേഷം ആദ്യമായിട്ട് ലെഫ്റ്റ് സൈഡിൽ സ്റ്റിയറിംഗ് വീൽ കൊണ്ടുവരികയും നടുക്ക് ഗിയർ ലിവർ കൊണ്ടുവരികയും ചെയ്ത വാഹന കമ്പനിയാണ് ഔഡി. അതായത് ഒരു വാഹന സ്റ്റാൻഡർഡൈസേഷൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഓഡിക്ക് സാധിക്കുകയും ചെയ്തു. അവരുടെ നമ്മുടെ ഓയിൽ ഫിൽറ്ററിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തി, ബ്രേക്ക് സിസ്റ്റത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വളർത്തി. ഈ ഓഡി ഈ മാറ്റങ്ങളൊക്കെ വളർത്തിയെടുത്ത് വർഷങ്ങൾ കഴിഞ്ഞാണ് ബാക്കി വാഹന കമ്പനികൾ ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ട് വരുന്നത്. അത്രമാത്രം മികവുറ്റ കാറുകളാണ് ഓഗസ്റ്റ് ഹോർഷിന്റെ കമ്പനി അങ്ങ് ജർമ്മനിയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 1912 1914 ഇടയിൽ ഇവന്മാരും പോയി റേസിംഗിന് അങ്ങ് ഓസ്ട്രിയയിൽ ആൽഫൈൻ റൺ റേസിൽ ഓടി കാറുകൾ തുര വിജയിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഔഡി ലോകം അറിയാൻ തുടങ്ങി, കാറുകൾ വിറ്റുകൊണ്ടേയിരിക്കുകയാണ്. എങ്കിൽ പോലെ തന്നെയാണെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഈ തുടക്കമായിട്ട് ഒത്തിരി കൊച്ചു വാഹന കമ്പനികൾ വരികയും ഇവരും സാമ്പത്തിക നഷ്ടത്തിലോട്ട് കുതിക്കുകയും ചെയ്യുകയാണ്. ഇവരുടെ മോഡലുകളൊന്നും മാർക്കറ്റിൽ ഇറങ്ങാതെയായി. കാരണം റീസെന്റ് മാർക്കറ്റ് ട്രെൻഡ്സിന് നീങ്ങുന്ന കാറുകളൊന്നും ഡിസൈൻ ചെയ്യാൻ ഔഡിക്ക് അന്നത്തെ കാലത്ത് പറ്റിയില്ല. അവരും നഷ്ടത്തിലോട്ട് കൂപ്പുകുത്തുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു വമ്പൻ ടീം ഇങ്ങോട്ട് വരുന്നത്, DKW. അങ്ങനെ 1928 DKW ഔഡി ഗ്രൂപ്പിനെ സ്വന്തമാക്കി. അപ്പോൾ നമ്മൾ ഹോർഷിന്റെ കഥയും കേട്ടു, നമ്മൾ ഔഡിയുടെ കഥയും കേട്ടു. ഇനി നമ്മൾ കേൾക്കാനുള്ള 2 പേരെ കുറിച്ചാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നു DKW ഗ്രൂപ്പിനെ കുറിച്ച്. ഔഡിയെ ഏറ്റെടുത്ത് DKW ഡാം ക്രാഫ്റ്റ് വാഗൺ. ഒന്നുമില്ല, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സ്റ്റീം എഞ്ചിൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ DKW മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് സ്റ്റീം എഞ്ചിന് പ്രവർത്തിക്കുന്ന സാധനങ്ങളാണ്. ഇവരൊരു കാർ മാനുഫാക്ചർ അല്ലായിരുന്നു ആദ്യം. 1916 കാലഘട്ടങ്ങളിൽ ഇവര് സ്റ്റീം എഞ്ചിൻ മാനുഫാക്ചറിങ്ങിലോട്ട് കുറിക്കപ്പെടുന്നു. കാരണം ഓഡിയുടെ ടെക്നോളജി ഇവരുടെ കയ്യിലുണ്ട്, എപ്പം വേണമെങ്കിലും ഇവർക്ക് കാറുകൾ നിർമ്മിക്കാമല്ലോ. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ സാരഥി എന്ന് പറയുന്നത്, DKW ഗ്രൂപ്പിന്റെ സാരഥി എന്ന് പറഞ്ഞാൽ JS റാസ്മുസീൻ എന്ന് പറയുന്ന ഒരു ഡെയിൻകാരനായിരുന്നു. ഈ ഡെൻമാർക്കുകാരൻ എഞ്ചിനീയറിംഗിലും വളരെ കമ്പക്കാരനായിരുന്നു. അങ്ങനെ അവർക്ക് എഞ്ചിനൊക്കെ ഉണ്ടാക്കി, പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇവർക്ക് ഒരു കമ്പനിയിൽ നിന്നും ഒരു കൊച്ചു എഞ്ചിൻ ലഭിക്കുകയും ഇവർ ആ എഞ്ചിന്റെ പേര് കൊടുത്തത് ദ ലിറ്റിൽ മിറക്കിൾ അല്ലെങ്കിൽ ദ ബോയ്സ് ഡ്രീം എന്നൊക്കെയാണ് അവരത് കൊടുത്തിരുന്നത്. അങ്ങനെ ആ എഞ്ചിനെ അവർ പരിഷ്കരിപ്പെടുത്തി അവർ മോട്ടോർ സൈക്കിൾ ബിസിനസ്സിലോട്ട് മാറുകയാണ്. 1920-28 കാലങ്ങളൊക്കെ ആയപ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടോർ സൈക്കിൾ മാനുഫാക്ചർ ഗ്രൂപ്പ് ആയിരുന്നു DKW ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഡീട്രിയോട്ടിൽ നിന്നും കുറച്ച് കാറുകളുടെ എഞ്ചിനൊക്കെ മേടിക്കുകയും അങ്ങനെ നമ്മുടെ ഔഡിയുടെ ടെക്നോളജിയൊക്കെ എടുത്തും 1-2 കാറുകളൊക്കെ ബിൽഡ് ചെയ്ത് പുറത്തിറക്കാൻ തുടങ്ങി. പക്ഷെ അത് മാത്രം സക്സസ് ഒന്നും ആയിരുന്നില്ല DKW ഗ്രൂപ്പിന്റെ കാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെങ്കിൽ അവരുടെ ഒരു കാർ മാത്രം ജർമ്മനിയിൽ വളരെ പ്രശസ്തമായിരുന്നു. ആ കാറിന്റെ പേരായിരുന്നു DKW ഫ്രണ്ട് എന്നൊരു കാര്യം. അപ്പൊ ഈ DKW എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു കമ്പനിയാണ്. പല എഞ്ചിൻ മാനുഫാക്ചേഴ്സുമായിട്ട് കണക്ഷൻ ഉണ്ട്. അവർ കാറുകൾ നിർമ്മിക്കാൻ എഞ്ചിൻ കൊടുക്കുന്നു. അപ്പോൾ ഇവരുടെ കയ്യിലാണ് ഔഡിയും. ഇവരും ഒത്തിരി പുറകോട്ട് പോയിരിക്കുന്നു സാമ്പത്തിക കാര്യത്തിൽ. അപ്പോൾ 3 കമ്പനിയും സാമ്പത്തിക മാന്ദ്യത്തെ നേരിടണം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ DKW ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ്. വാണ്ടറർ ഗ്രൂപ്പ് 4-ാമത്തേത്. 1886 സൈക്കിൾ ബിസിനസ്സിലൂടെയാണ് അവർ കടന്നു വരുന്നത്.
അങ്ങനെ സൈക്കിൾ ബിസിനസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പൊക്കോണ്ടിരുന്ന സമയത്ത് അവർക്കും ഒരു ആഗ്രഹം കുറച്ച് കാറുകൾ നിർമ്മിച്ചായിരുന്നു. അങ്ങനെ അവരും കാർ നിർമ്മാണ മേഖലയിലോട്ട് തുടക്കുകയാണ്. 1904 ആയപ്പോഴേക്കും പപ്ഷൻ എന്ന് പറയുന്ന 1.5 ലിറ്റർ 30 ഹോഴ്സ് പവർ ഉള്ള ഒരു എഞ്ചിൻ വെച്ച് ഒരു കാർ ബിൽഡ് ചെയ്യുകയും അത് ഹ്യൂജ് സെയിൽസ് ആയിരുന്നു മാർക്കറ്റിൽ. അങ്ങനെ അവർ ഒത്തിരി ലാഭങ്ങളൊക്കെ കൊയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്കും മാർക്കറ്റ് അത്രമാത്രം ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടപ്പം അവരോർത്തു ഇനി ഒരു കുറച്ചുകൂടെ ഹൈ പെർഫോമൻസ് കാറുകൾ ഇറക്കിയാൽ ഒരു പക്ഷെങ്കിൽ ആൾക്കാർ മേടിക്കും എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവരുടെ പ്രതീക്ഷകളും കണക്കുകളും എല്ലാം തെറ്റിപ്പോയിരിക്കുകയാണ്. അതും നഷ്ടത്തിലോട്ട് കൂപ്പുകുത്തുന്ന സമയമാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ ബൈസൈക്കിൾ യൂണിറ്റ് നമ്മുടെ ജാസ്നയ്ക്കും NSU എന്ന് പറയുന്ന ടീമിന് വിൽക്കാൻ തീരുമാനിച്ചു. ഈ ഗ്രൂപ്പ് തന്നെയാണ് കാറും കൊടുക്കാൻ തീരുമാനിച്ചത്. പക്ഷെ മുഴുവൻ നഷ്ടത്തിലായപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ഓഹരി ഉടമയായ ഒരു ബാങ്കിനെ വാണ്ടറർ സമീപിച്ചു പറയുകയാണ്, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഓഹരികൾ വിറ്റ് തരണം, ഞങ്ങളുടെ കളത്തിൽ നിന്നും രക്ഷിക്കണം എന്ന് വാണ്ടറർ ഗ്രൂപ്പ് പറയുകയാണ്. അപ്പോൾ നമുക്കൊരു പൊതുവായ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 4 വാഹന കമ്പനികളും എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, എക്കോണമി പ്രോബ്ലം ആണോ വേൾഡ് വാർ പ്രോബ്ലം ആണോ, ഇവന്മാരെല്ലാം ബിസിനസ്സിൽ ക്ലച്ച് പിടിക്കാതെ താഴോട്ട് കുതിക്കാൻ സമയമാവുകയാണ്. അപ്പോൾ രക്ഷകനെ വേണം. അപ്പോൾ ഈ 4 കമ്പനികളെ മേർജ് ചെയ്യാൻ വേണ്ടി ഒരു രക്ഷകൻ വരികയാണ്. ആ രക്ഷകൻ ഒരു ബാങ്ക് ആയിരുന്നു. ഇനി കേൾക്കാം ആരാണ്, എങ്ങനെയാണ്, എന്തിനാണ് ഈ 4 വളയങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്, ഓട്ടോ യൂണിയൻ രൂപീകരിച്ചത് എന്നുള്ള കാര്യം. അങ്ങനെ ഈ 4 വാഹന കമ്പനികൾക്കും അവരുടെ കടത്തിൽ നിന്നും കര കയറാൻ വേണ്ടി ഒരൊറ്റ വഴിയേ ഉള്ളൂ. അപ്പോൾ അവരെ വന്ന് സമീപിച്ചതാണ് ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സാക്സോണി. അപ്പോൾ അവര് മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 4 വാഹന കമ്പനികൾ മേർജ് ചെയ്യാം എന്ന് അവർ തീരുമാനിക്കുകയും അങ്ങനെ ഒരു ഗ്രൂപ്പിന്, റാസ്മുസിന്റെ ഗ്രൂപ്പിന് കൂടുതൽ ഓഹരി കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഔഡി ആ 4 വളയങ്ങൾ രൂപകൽപ്പന ചെയ്തത്. ഈ 4 വളയങ്ങളെയും കൂടെ കൂട്ടിച്ചേർത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സാക്സോണിയാണ്. എന്തുകൊണ്ടാണ് കൂട്ടിച്ചേർന്നത്? അങ്ങ് കടലിനപ്പുറത്തു നിന്നും ഡീട്രിയോട്ടിൽ നിന്നും വരുന്ന കട്ട കോമ്പറ്റീഷനെ ചെറുക്കാനുള്ള പൈസ അങ്ങ് ജർമ്മൻ കാർ വ്യവസായങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു. അത്രമാത്രം ഒരു സാമ്പത്തിക മാന്ദ്യം ആയിരിക്കാം ഒരു പക്ഷെങ്കിൽ അന്ന് കാലത്ത് ജർമ്മൻ ടെക്നോളജി മുന്നിട്ടുകൊണ്ടിരുന്നത്. കാരണം അസംബ്ലി ലൈനും പോലത്തെ കാര്യങ്ങൾ നമുക്ക് ഒരു ഫാക്ടറിയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒത്തിരി ചെലവേറിയ കാര്യമായിരുന്നു. ഫോർഡുകൾ ഒത്തിരി അതായത് പേനും പെരുമയും പോലെ വിറ്റതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ അവർക്ക് അതിന് മാത്രം പൈസ ഇട്ടത്. ആ കോമ്പറ്റീഷനെ ജർമ്മൻ കാറുകൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഈ ഒരു വഴി മാത്രമേ നമ്മുടെ ബാങ്കിന് കണക്കാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണ് ആ 4 വളയങ്ങൾ വരുന്നത്. അതായത് ഹോർഷ്, ഔഡി, വാണ്ടറർ, DKW ഈ 4 ചേർന്നാണ് 1932 ദ ഓട്ടോ യൂണിയൻ രൂപകൽപ്പന ചെയ്യപ്പെടുന്നത്. അത് കഴിഞ്ഞും ഒത്തിരി വർഷങ്ങളെടുത്തു കമ്പനി ഒരു നല്ല സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ കൊണ്ടുവരാൻ വേണ്ടി. അപ്പം ഇതാണ് നമ്മുടെ ഓട്ടോ യൂണിയന്റെ കഥ. ഒരു പക്ഷേ നമ്മളിങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ, ഔഡിയൊക്കെ പോകുമ്പോൾ ഞാൻ എന്നാണ് ശ്രദ്ധിക്കും കേട്ടോ, ഔഡി കാറുകൾ എന്റെ ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളിൽ ഒന്നാണ് ഔഡി കാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളും വിലയിരുത്തുക, അത്രയും കാര്യം ചിന്തിക്കുക. ആ ബ്രാൻഡ് വന്നത് ലിസൺ എന്ന ലാറ്റിൻ നെയിം ഔഡി, അത് വന്നു. 2 ആ 4 കമ്പനികളുടെ പേര്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോർഷ്, അതായത് ഔഡിയുടെ പിതാവായ ഓഗസ്റ്റ് ഹോർഷ്. 2 എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? നമ്മുടെ സ്വന്തം ഔഡി തന്നെ. 3 എന്ന് പറഞ്ഞാൽ ദ DKW ഗ്രൂപ്പ്. 4 വാണ്ടറർ. ഇവര് 4 ചേർന്നാണ് ആ 4 വളയങ്ങൾ നമ്മൾ ഇന്ന് കാണുന്ന ഔഡി കാറിന്റെ മുമ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും നല്ല ദിവസം തരുന്നു, നല്ല നമസ്കാരം തരുന്നു. ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക, അടിച്ചുപൊളിച്ച് ജീവിക്കുക, ഒന്നും പറയാനില്ല. ബി ഹാപ്പി, ബി കൂൾ. നല്ല ദിവസം, നല്ല സംസ്കാരം തരുന്നു. ഓക്കെ.